അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവകൃപയുടെ സാക്ഷ്യങ്ങൾ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച ധ്യാനത്തിൽ പങ്കെടുക്കുന്ന രാമചന്ദ്രൻ എന്ന ഒരു ഹൈന്ദവ സഹോദരനാണ് ഇപ്പോൾ എന്നോട് കൂടെയുള്ളത്. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനിച്ചതിന് ശേഷം ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തൊട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് ഈ ഒരു ചേട്ടന് നമ്മളോട് പറയാനുള്ളത്. ചേട്ടാ പേര് രാമചന്ദ്രൻ അല്ലേ? ഹൈന്ദവ വിശ്വാസിയാണ്. എന്നായിരുന്നു ഈ ഒരു അത്ഭുതം ചേട്ടൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? 5 വർഷത്തിന് മുമ്പേ ഞാനൊരു പ്ലാവിൽ കയറി വീണിട്ട് തന്നെ നേരെ ആൾക്കാരെല്ലാവരും കൂടി തൂക്കിയെടുത്ത് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ഈ ഉറയൊക്കെ ഇട്ട് ഒരാഴ്ച അവിടെ കിടന്നിട്ട് അവർ ഞങ്ങൾ എന്നെ പേരിട്ട് വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കിടന്നതിന് ശേഷം പിന്നെ ശകലമൊന്ന് കുറവ് വന്നപ്പോഴത്തേക്ക് ഞാൻ പണിക്കിറങ്ങിയിട്ട് പിന്നെ കുറച്ച് ദിവസം പണി ചെയ്തപ്പം പിന്നെ ഇപ്പോൾ പണി ചെയ്യാൻ വെക്കാതായപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും എൻ്റെ വീട്ടിൽ തന്നെ കിടന്നതിന് ശേഷം എൻ്റെ വീടിൻ്റെ അടുക്കുള്ള ഒരാൾ പറഞ്ഞു, ഇന്നൊരു കേന്ദ്രമുണ്ട്, നമ്മളവിടെ പോയാൽ നിനക്ക് സുഖം കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് വന്നിട്ട് ഞങ്ങൾ ഞായറാഴ്ച വന്നതിവിടെ. ഓക്കെ, അല്ല ആ സമയത്ത് കിടപ്പ് തന്നെയായിരുന്നു, എണീക്കാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ബസ്സിൽ പിടിച്ച് കയറ്റി തമ്പാനൂർ കൊണ്ടുവന്ന് ട്രെയിനിൽ എന്നെ എടുത്ത് കയറ്റിയിട്ടാണ് ഞാനിവിടെ. ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്. എന്നെ കൊണ്ടുവന്നത് ഇതിന് മുമ്പേ വന്നിട്ടുള്ള ആളാണ് ഇവിടെ. ആൾ ഇതിനു മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ആള് ഇവിടെ കൂടെ ഉണ്ട്. ആളാണ് എൻ്റെ അടുക്കൽ നിന്നത് 5 വർഷം മുമ്പ്. ഇപ്പോഴും എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവിടെ ട്രെയിനിൽ വന്നതിന് ശേഷം ഇവിടെ വന്ന് ഇറങ്ങി പതുക്കെ നടന്ന് ഇവിടെ വന്ന് പേരൊക്കെ കൊടുത്ത് എഴുതി എല്ലാം റെഡിയാക്കി എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ കിടക്കാറ്. ഇന്നലെ ഇതിലാണ് എനിക്ക് നല്ല സുഖം കിട്ടി. കയ്യും കാലുമൊക്കെ പൊക്കമില്ലായിരുന്നു. അപ്പോൾ എണീറ്റ് നടന്നു. 5 വർഷത്തിന് മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷം ചേട്ടൻ ധ്യാനം കൂടാൻ വരുന്നത് ഈ ഞായറാഴ്ചയാണ് വരുന്നത്. ഞായറാഴ്ച. ഓക്കെ, അപ്പോൾ ഈ 5 വർഷമായിട്ടും ഈ വേദന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ജോലിക്കൊന്നും പോകാൻ പറ്റാതിരുന്ന. അങ്ങനെയാണ് ചേട്ടൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് ഡിവൈൻ ധ്യാന കേന്ദ്രമുണ്ട്. അല്ല, ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ചോ ഈശ്വരനെ കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. ഇത് കേട്ടിട്ടുണ്ട്. നമ്മളിവിടെ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ? ഇവിടെ വന്നിട്ട് ഞായറാഴ്ച ഇവിടെ വന്നതാ. പിന്നെ ഞായറാഴ്ച ഇവിടെ വന്നു. അതിനുശേഷം പ്രാർത്ഥിച്ചായിരുന്നു? തിങ്കൾ ചൊവ്വയ്ക്ക് നന്നായി പ്രാർത്ഥിച്ചു. നല്ല പ്രാർത്ഥിച്ചു. രോഗസൗഖ്യം കിട്ടാൻ വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു അല്ലേ? കരഞ്ഞു തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ചു. അപ്പൊ ഇന്നലെ എന്തുണ്ടായ അനുഭവം? എന്തുണ്ടായേ? ഇന്നലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ വിളിച്ചു ഞങ്ങളെ. ഈ അസുഖമുള്ളവരെ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ എണീറ്റ് നേരെ അവിടെ ചെന്ന് പേര് കൊടുത്തപ്പോഴത്തേക്ക് അപ്പോഴും എനിക്ക് ഒരു കരച്ചിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് എനിക്ക്. ആ കർത്താവ് എനിക്ക് സുഖം തന്നു. ഇന്നലെ ആരാധന മതി അല്ലേ? നല്ലൊരു മാറ്റം കിട്ടി. ഇപ്പൊ വേദനയൊന്നുമില്ല. ഇപ്പോൾ വേദനയില്ല. എനിക്ക് ഇപ്പോൾ കാലിൻ്റെ മുട്ടിന് വേദനയില്ല. ഈ നട്ടലിനും വേദനയില്ല. അതായത് ഒരു ഹൈന്ദവ സഹോദരനാണ്. ക്രിസ്തുവിനെ കുറിച്ചോ യേശുവിനെ കുറിച്ചൊന്നും വലിയ അറിവൊന്നും ഇല്ല. മറ്റൊരു ആള് പറഞ്ഞുകൊണ്ട് ഇവിടെ കഴിഞ്ഞ 5 വർഷം മുമ്പ് മരത്തിൽ നിന്ന് വീണ് കിടപ്പായിരുന്നു. ജോലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കുടുംബക്കാർ വേണം, വീട്ടിൽ നിന്നുള്ളവർ പോയി ജോലി ചെയ്താണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ സഹായത്താൽ ഡിവൈനിൽ കഴിഞ്ഞ ഞായറാഴ്ച എത്തുകയാണ്. ഞായറാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച വൈകുന്നേരം അല്ലേ? വൈകുന്നേരത്തെ ആരാധനയിലാണോ? ജെയിംസ് കുട്ടി ബ്രദറിൻ്റെ ആരാധനയല്ലേ? ഓക്കെ, ആ ബ്രദറിൻ്റെ ആരാധനയിൽ മധ്യയാണ് ദൈവം അല്ലേ സുഖപ്പെടുത്തി. ഇന്ന് 3-ാം ദിവസമാണ്, ബുധനാഴ്ചയാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സാക്ഷ്യം ഈ ഒരു ചേട്ടൻ്റെ എടുക്കുന്നത്. 3-ാം ദിവസം തന്നെ ദൈവം വലിയൊരു അനുഗ്രഹം കൊടുത്തു, വലിയൊരു അത്ഭുതം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കൊടുത്തു. ഇന്നിപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് തന്നെയാണ്, ഇപ്പം നിങ്ങൾ കാണുന്നതാണ്, കരഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ സാക്ഷ്യം നൽകുന്നത്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന് ലഭിച്ച വലിയൊരു ദൈവാനുഭവം, ദൈവാനുഗ്രഹം.
തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം അത് നാനാജാതി മതസ്ഥർക്കുള്ളതാണ്. അത് ആർക്കും ക്രൈസ്തവർക്ക് മാത്രമല്ല യേശുവിൻ്റെ അനുഗ്രഹം അത് എല്ലാവർക്കും കിട്ടും. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു സഹോദരൻ. എന്തായാലും ഈ ഒരു ധ്യാനം ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ മനോഹരമായി തന്നെ ജീവിതത്തിൽ ദൈവം പൂർണ്ണമായും ഇടപെടാനും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ചേട്ടൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാനും വേണ്ടി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. ഈ വെള്ളിയാഴ്ച ഞങ്ങൾ പോവും. വെള്ളിയാഴ്ച അവിടുത്തെ ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് പിന്നെ അടുത്ത മാസം വരും, വീണ്ടും വരും. അത് എൻ്റെ കുടുംബത്തോടുകൂടി വരും. കുടുംബത്തോടുകൂടി വരും. എനിക്ക് വലിയ വിശ്വാസമായി, വലിയ വിശ്വാസം. എനിക്ക് ഇനി ഇവിടുന്ന് പോകണമെന്ന് പോലും ഇല്ല. എങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹം ഒറ്റയ്ക്ക് വന്നു. ഇനി അത് പറയുന്നു വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് പോകും. ഇനി അടുത്ത മാസം കുടുംബത്തോടൊപ്പം തന്നെ ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്ന് നന്ദി പറയാനായിട്ട്, ദൈവത്തിൻ്റെ അനുഭവം കുടുംബത്തോടൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ആസ്വദിക്കാനായിട്ട് അദ്ദേഹം വരുമെന്ന് കൂടി നമ്മൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓക്കെ ഏട്ടാ, താങ്ക് യു, നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ദൈവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ.